ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻസിൻ്റെ വെജിറ്റബിൾ ഐറ്റംസ് ഡിഷസ് നല്ല രസമാണ്. കാരണം ഒന്ന് ഓയിൽ കൂടുതൽ ഉണ്ടാകലുണ്ട്, പക്ഷെ അതല്ലെങ്കിൽ തന്നെ അവരുടെ മസാലയും കാര്യങ്ങളൊക്കെ നല്ല രസം, അധികം കൂടുതൽ ഓവർ കുത്തൊന്നും ഇല്ലാത്ത രീതിയിൽ. പിന്നെ കുറേ അവർ ബട്ടറും കാര്യങ്ങളും ഒക്കെയാണ് ഉപയോഗിക്കൽ. പിന്നെ കസൂരി മേത്തി അധിക സംഭവത്തിലും അവർ ഉപയോഗിക്കാറുണ്ട്. അത് ഞാൻ ഇപ്രാവശ്യം ചെയ്തിട്ടില്ല. പിന്നെ ഇതിലധികം ചെയ്യലുണ്ട്, രസമാണ് അത്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കസൂരി മേത്തിയും രസമാണ്. ഇത് ഇന്ന് ഒരു സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി, തേങ്ങ അരച്ചിട്ടുള്ളൊരു കറി. ആദ്യം കോഴിമുട്ട പുഴുങ്ങിയേക്കാം അല്ലേ. അടുത്ത സ്റ്റെപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുക. അടുത്തതേ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് പട്ട, ജീരകം, ഏലക്ക, ഗ്രാമ്പു ഒന്ന് മൂപ്പിക്കുക. മൂത്ത് കഴിഞ്ഞാൽ അതിൽ തേങ്ങ ചൂടാക്കുക. നമുക്ക് നന്നായിട്ട് വറക്കണ്ട കേട്ടോ, ജസ്റ്റ് അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണ രീതിയിൽ ഒന്ന് വറുത്തെടുത്താൽ മതി, കളറൊന്നും മാറണ്ട. നമ്മളെ കറിയിലേക്ക് ഈ സംഭവങ്ങളൊക്കെയാണ്: ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ ഗ്രീൻ പീസ് ഇതാട്ടോ, ഫ്രോസൺ ആണ് കേട്ടോ. മുളകിൻ്റെ കൂടെ പറയേണ്ട 2 സംഭവങ്ങളാണെന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇത് നമുക്ക് ചതക്കണം. ഇനി കുക്കറിലിട്ടിട്ട് വേവിക്കുക. വളരെ കുറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്, ലേശം മുളക് പൊടി, കുറച്ച് ഗരം മസാല. ആൾറെഡി കുറച്ച് സംഭവങ്ങൾ നമ്മൾ തേങ്ങയിൽ ഇട്ടിട്ടുള്ളത് കൊണ്ടേ കൂടുതലാവണ്ട. നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു. ഇനി ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഒരു 2 വിസിലടുപ്പിക്കുക. നമ്മൾ ചൂടാക്കി വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. കുക്കറിൽ നിന്ന് സംഭവം മാറ്റി ഇനി കോഴിമുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കോഴിമുട്ട ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. തേങ്ങ ഒഴിക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് മല്ലിയില, ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. ഇനി അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി ആ തേങ്ങ അരച്ചില്ലേ അതൊന്ന് വെള്ളം കൂട്ടിയിട്ടേ ഒന്നും കൂടിയും നല്ല ടൈറ്റാണ് അത്, ഒന്ന് ലൂസാക്കി. സംഭവം സെറ്റായിട്ടോ. ഇനി നമുക്ക് പിന്നെ മുളകും, വറ്റൽമുളകും, അതേപോലെ തന്നെ കറിവേപ്പിലയും ഒന്ന് തൂമിച്ചിടണം. നമ്മളെ കറിക്ക് കലക്കി പാർന്ന അപ്പം, അതാണിന്ന്. ഈ നീർദോശ എന്ന് പറയുന്നത് നമ്മൾ അരിദോശ ഉണ്ടല്ലോ, കലക്കി പറഞ്ഞപ്പം, അതിലേക്ക് ഇനി ഒരു കറി ഇല്ലെങ്കിലും എനിക്കിഷ്ടമാണ്. ഈ വെജ് കറി എല്ലാത്തിലേക്കും ഒരു കോമ്പിനേഷൻ ആട്ടോ. ഈവൻ പിന്നെ നമ്മളെ വൈറ്റ് റൈസ് ഇല്ലേ, പച്ചരിച്ചോറ്, അതിലേക്ക് സൂപ്പർ സംഭവമാണിത്. ഞാൻ കാര്യമായിട്ട് ഈ സംഭവം അതിലേക്കാണ്, ഈ കറി അതിലേക്കാണ് കൂട്ടൽ.